തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയിലെ ഓരോ ജനവിഭാഗവും ഈ സർക്കാരിന്റെ ദുർഭരണം മൂലം ജനദ്രോഹം മൂലം പൊറുതിമുട്ട് അനുഭവിക്കുകയല്ലേ. ഇവിടുത്തെ നെൽ കർഷകരോട് എന്ത് വലിയ ദ്രോഹം ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടുത്തെ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരോട് എത്ര വലിയ ക്രൂരതയെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പാലക്കാട് ജില്ലയ്ക്ക് ഞങ്ങളുടെ കാലത്ത് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് പോലെയുള്ള ഒരു വികസന പദ്ധതി കൊണ്ടുവരാൻ സാധിച്ചോ? ഇന്ന് മന്ത്രിമാരുണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ഗവൺമെന്റ് ഒരു മന്ത്രി പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ 2 മന്ത്രിമാരുണ്ടായിട്ട് പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിച്ചു? ഈ ചോദ്യമാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ജനങ്ങൾ നൽകിയത്. അതുകൊണ്ടാണ് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതോടൊപ്പം തൃത്താലയും കോങ്ങാടും ചിറ്റൂരും നല്ല ഭൂരിപക്ഷത്തിൽ തിരിച്ചുപിടിക്കാനും കൂടി ഞങ്ങൾക്ക് സാധിച്ചു. ഒരു മന്ത്രിമണ്ഡലത്തിലാണ് സ്വാഭാവികമായിട്ടും എല്ലാവിധ മിഷനറികളും ഉപയോഗിച്ചിട്ടുണ്ടാകും MP രാജേഷ്. അപ്പൊ അങ്ങനെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പരിഗണിക്കപ്പെടേണ്ടതല്ലേ മന്ത്രിസ്ഥാനത്തുണ്ടാവും? അതിനൊക്കെ ഞങ്ങളുടെ പാർട്ടിക്ക് മുന്നണിക്കേണ്ടതായിട്ടുള്ള രീതിയുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ UDF ഗവൺമെന്റ് സമയത്ത് പാലക്കാട് ജില്ലയിൽ ഇതേപോലെ 5 MLA-മാരുണ്ടായിട്ടും മന്ത്രിമാരുണ്ടായില്ല. ശ്രീ കെ ശങ്കരനാരായണന് ശേഷം പാലക്കാട് ജില്ലയിൽ നിന്ന് UDF-ന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല. ഈ ഗവൺമെന്റിൽ ആ കാര്യം പരിഹരിക്കപ്പെട്ടു. അതൊക്കെ പിന്നീട് വഴിയെ നിങ്ങൾക്ക് കാണാം. എന്തായാലും മികച്ച വിജയം കരസ്ഥമാക്കി ഇനി വിജയാഘോഷത്തിലേക്ക് പോവുകയാണ്. വലിയ ആഘോഷം പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഓണർ അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് ജയിക്കുന്നല്ലേ? മാറ്റി പറയാൻ തയ്യാറായോ? ഇപ്പൊ എന്താണ് നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഈ പ്രൊപ്പഗാൻഡ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അത് ഇനിയെങ്കിലും നിങ്ങൾ തിരുത്താൻ നോക്ക്. ഒരു മീഡിയ ആവുമ്പോൾ ഏകപക്ഷീയമായിട്ട് ഇത്രയും നിലവാരം വിട്ട് പെരുമാറരുത്. നിങ്ങളൊരു നിഷ്പക്ഷ മീഡിയയിൽ മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ആ നിലയിലാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ വലിയ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്താകുണ്ടായിരുന്നത് അല്ലേ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. നിങ്ങൾക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുള്ളൂ. റിപ്പോർട്ടർ ചാനലിനകത്തിരിക്കുന്ന കുറച്ച് ചർച്ചാ തൊഴിലാളികൾക്ക് മാത്രമേ അത് മനസ്സിലാകാതെ പോയുള്ളൂ. കേരളം മുഴുവൻ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം, CPM വിരുദ്ധ വികാരം അലയടിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. അത് ശരിയായി വന്നിരിക്കുകയാണ്.